ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചപ്പാത്തി, ചോറ് എന്നിവയുടെയൊക്കെ കൂടെ വളരെ രുചികരമായി കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ മസാല തയ്യാറാക്കിയാലോ? നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം കുറവായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി നോക്കുക. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കായി കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.